ഇന്നത്തെ വീഡിയോ ഒരു നല്ലൊരു വെജിറ്റേറിയൻ കറിയാണ്. അതും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങച്ചീര കൊണ്ടുള്ള ഒരു പരിപ്പ് കറിയാണ്. അതിന് നല്ല ഫ്രഷ് മുരിങ്ങച്ചീര എടുത്തിട്ട് ഒരു 2 കൈപ്പിടി ഇല്ലെങ്കിൽ നല്ല ഒരു 10 പേർക്കുള്ള ഒരു കൂട്ടാൻ വെച്ചാൽ നമുക്ക് പരിപ്പിട്ടിട്ട് തേങ്ങ അരച്ച് വെച്ചതാണ്. അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കിത്തരാം. മുരിങ്ങച്ചീര ബ്ലഡ് കൗണ്ട് കൂടാനും ആരോഗ്യത്തിനും ഷുഗറിനൊക്കെ നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 ഗ്ലാസ് പരിപ്പ്, അതിൽ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി, പിന്നെ 1-2 പച്ചമുളകൊക്കെ എരിവിനനുസരിച്ചിട്ടാൽ മതി. അതിൽ ഒരു ചെറിയ സ്പൂൺ ഉലുവ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഇട്ടിട്ടുണ്ട്. ഒരു 4 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഈ മുരിങ്ങച്ചീര എല്ലാം ക്ലീൻ ചെയ്തെടുത്ത് ആവശ്യത്തിനുള്ളത്, ഒരുപാട് ചീര ഇട്ടാൽ ഒരുമാതിരി തിക്ക ഒരു കൂട്ടാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരളവിന് ഒരു 2 പിടി ഇട്ടാൽ മതി. അതിലേക്ക് ഞാൻ അരയ്ക്കാനായിട്ടുള്ള ഒരു മസാല എടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ, ഒരു സ്പൂൺ മുളക് പൊടി, ജീരകം 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പ് വെന്ത് കഴിഞ്ഞു. പരിപ്പ് നല്ല ഒന്ന് സ്മാഷ് ചെയ്തതിന് ശേഷം ഈ മുരിങ്ങച്ചീര അതിലേക്ക് ഇടണം. നല്ല തവി കൊണ്ട് നല്ല ഉടച്ചതിന് ശേഷം മുരിങ്ങച്ചീര അതിലേക്ക് ആവശ്യത്തിനുള്ളത്. അപ്പം നമ്മൾ നിറയെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറേ ഇടാൻ പാടില്ല. പരിപ്പ് എത്രയാണ് എടുത്തത് അതിനനുസരിച്ച് ഇടണം. നമ്മൾ അറിയാമായിരിക്കുമല്ലോ. നിറയായിട്ട് നല്ല തിക്കായിട്ട് കഴിക്കുന്നവർക്ക് നിറയെ ഇടാം. ഞാനിപ്പോൾ ഒരു 2 പിടി ഇട്ടിട്ടുണ്ട്. 1/4 ഗ്ലാസ് പരിപ്പ് 2 പിടി, നമ്മുടെ കൈക്ക് 2 പിടി മുരിങ്ങച്ചീര. അതിട്ട് ആവശ്യത്തിന് വെള്ളം, എത്ര ലിക്വിഡ് ആവശ്യമാണ് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് ഈ മസാല ഒഴിച്ചതിന് ശേഷം വെള്ളം ഒഴിക്കണം. ആ മിക്സി ജാറെല്ലാം കഴുകി, എത്ര ലിക്വിഡ്, ഒരുപാട് വെള്ളമാകാൻ പാടില്ല, അധികം തിക്കാവാനും പാടില്ല. അങ്ങനെ ഒഴിച്ച് കലക്കി ഉപ്പെല്ലാം ഇട്ടിട്ട്, ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത്. നല്ലൊരു ഒഴിച്ച് കറി പോലെ ആക്കിയിട്ട് ഈ മുരിങ്ങച്ചീരയും അരപ്പൊക്കെ ഒന്ന് വേവണമല്ലോ. അപ്പോൾ അതിന് ഒരേ ഒരു വിസിൽ വെക്കണം. അടുത്ത് നല്ല ടേസ്റ്റിയാണ്. ജീരകമൊക്കെ അരയ്ക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും മുരിങ്ങച്ചീര കിട്ടിയാൽ. ഇനി ഇത് നല്ല ഒന്ന് മിക്സ് ചെയ്യണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് വേവുമ്പോഴത്തേക്ക് പരിപ്പ് കുറച്ച് തിക്കാവുമല്ലോ, അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചാൽ. മുരിങ്ങച്ചീര വെറുതെ പൊരിയിലൊക്കെ വെച്ചാൽ കഴിക്കാത്തവർക്കും അതിഷ്ടമില്ലാത്തവർക്കും ഇങ്ങനെ ഒരു കറിയാക്കിയാൽ കഴിച്ചോളും. ചോറിൻ്റെ കൂടെ ഒരു ഒഴിച്ച് കറിയായിട്ട് കഴിച്ചോളും. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അത് ഞാൻ വിസിൽ വരുമ്പോഴത്തേക്ക് നമുക്കിത് താളിക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഒരു 1.5 സ്പൂൺ കടുക്, 2-3 മുളക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ല ഒഴിച്ച് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് നമുക്ക് കഴിക്കാനായിട്ട് വളരെ ഹെൽത്തിയാണത്. മുരിങ്ങച്ചീര എങ്ങനെയൊക്കെ നമ്മൾ കഴിക്കുന്നോ അത് നല്ല ഹെൽത്തിയാണ്. ഇതുപോലെ മുരിങ്ങച്ചീരയും കറിവേപ്പിലയും വെച്ച് ഞാനൊരു റൈസ് ചെയ്തിട്ടുണ്ട്, വെറൈറ്റി റൈസ്. അതിൻ്റെ ലിങ്ക് ഞാനവിടെ കൊടുക്കാം. ഇങ്ങനെ ഒരു പരിപ്പ് കറി വെച്ചാൽ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ലതാണ്. ഇനി നല്ലൊരു വീഡിയോ ഇട്ട് വരാം. ബൈ.